പ്രതിജ്ഞൻ ഒരുപാട് മത്സരങ്ങൾക്ക് വിധികർത്താവായിട്ടും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം മത്സരങ്ങൾക്ക് കുട്ടികളെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ. പക്ഷേ ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഒരുപാട് വിധികർത്താക്കളെ തല്ലൂടികൊണ്ട് വരിക എന്നുള്ള കലാപരിപാടിയാണ്. തൃശ്ശൂരിന് പുറമെ എറണാകുളത്തും മത്സരങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. എറണാകുളത്തും ഇപ്പോൾ ലാസ്റ്റ് വിളിച്ച് പത്തനംതിട്ടയുടെ നടക്കം എന്നെ വിളിച്ചു മാഷ ഒന്ന് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ് എനിക്ക് ഏറ്റവും സുഖം പഠിപ്പിക്കുക. ഞാൻ മിമിക്രിക്കാരാണെന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ അല്ലെങ്കിൽ കുട്ടീനെ പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ഉള്ളിൽ ഈ സാധനം എടുക്കുകയാണ്. ആ സാധനം എങ്ങനെ ചെയ്യില്ല, ഭയങ്കര അത് വിഷമമാണ് എനിക്ക്. കുട്ടി ഒന്നും അറിയില്ല കേട്ടോ, തുടങ്ങണുള്ളൂ, വളരെ നല്ല പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ പറയാൻ വന്ന മെയിൻ കാര്യം ഇതാണ്. ഇപ്പോഴും മിമിക്രി എടുത്ത് നോക്കുക, ആൺ വിഭാഗം ബോയ്സ് ഗേൾസിനുള്ള വ്യത്യാസം അത് കലോത്സവത്തിനുണ്ട്. ഇപ്പോഴും MG കലോത്സവത്തിലും നമ്മുടെ കേരളോത്സവത്തിലും ശ്രദ്ധിക്കണം, ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് കേരളോത്സവം എന്ന് പറയുന്ന സാധനം. ആൺകുട്ടികൾ അല്ലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മളത് കാണുമ്പോഴും പെൺകുട്ടികളുടെ വോക്കൽ വേറെയാണ്, ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഇതവർക്ക് പറ്റില്ല. ഇത് കോമഡി ആയിരിക്കും അവിടെ എങ്ങനെ ചെയ്താലും. ഞാനൊരു ട്രെയിലറൊക്കെ പഠിപ്പിച്ച് ഞാൻ തന്നെ ചിരിച്ച് വീട് വിട്ട് ഓടിയിട്ടുണ്ട്. കാരണം നമ്മളെടുക്കുന്ന ഒരു ബേസ് പക്ഷെ അത് മാറിയിട്ടുണ്ട്. സ്കൂൾ മാറി. ഇനിയും കേരളോത്സവം പോലത്തെ ഇതേ പറയാൻ കാരണമുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ബാൻഡ് മേളത്തോടെ തുടക്കം കുറിച്ചു. നാശം വിതച്ച് യുദ്ധം ഉദിക്കുന്നു.